ഹരേ കൃഷ്ണ. അയോധ്യാകാന്ഡത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വരെ വായിച്ചു നിർത്തിയത് ഭരതൻ തിരിച്ച് അയോധ്യയിലേക്ക് വന്നു. അച്ഛനെ കാണാഞ്ഞിട്ട് അമ്മ കൈകേയിയോട് വിവരങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ വിവരങ്ങളെല്ലാം കൈകേയി ഭരതനോട് വിസ്തരിച്ച് പറയുന്ന ഭാഗം വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. ഇനി ഭരതൻ്റെ ശകാരമാണ്. ഭരതൻ അതീവ കോപത്തോടെ ചോദിച്ചു, രാജകുലത്തിൽ ജനിച്ചവരുടെ ഇടയ്ക്ക് എവിടെയെങ്കിലും ജ്യേഷ്ഠനിരിക്കുമ്പോൾ അനുജൻ രാജാവായിട്ടുണ്ടോ? നിങ്ങളുടെ അച്ഛൻ ധർമ്മകർമ്മങ്ങൾ അനുഷ്ഠിച്ച മഹാനായിരുന്നു. ആ വംശത്തിൽ നിങ്ങൾ രാക്ഷസിയായി പിറന്നത് എങ്ങനെ? രാക്ഷസിയായി നിങ്ങൾ മനുഷ്യരൂപം ധരിച്ചു. രഘുവംശം നശിപ്പിക്കാനായിട്ടാണ് അയോധ്യയിൽ വന്നിരിക്കുന്നത്. ശ്രീരാമനെ ഓർത്ത് ദുഃഖിച്ചാണ് മഹാരാജാവ് മരിച്ചത്. നിങ്ങൾ എന്തിനാണ് രാമനെ വനത്തിലേക്ക് അയച്ചത്? രാജാവിൻ്റെ പ്രീതി നിമിത്തം എത്രമാത്രം സമ്പത്ത് ആർജിച്ചു. എന്നിട്ടും മഹാരാജാവിനെ വധിച്ചു. 3 കുലത്തിന് ആപത്തുണ്ടാക്കി. ഞാൻ പൂർവജന്മത്തിൽ ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളുടെ ഉദരത്തിൽ വന്ന് പിറന്നത്. അമ്മയായിരുന്നു കൊണ്ട് എത്ര വലിയ ദുഃഖമാണ് നിങ്ങൾ എനിക്കുണ്ടാക്കിയത്. നിങ്ങളെ വെട്ടിക്കൊന്ന് പരലോകത്തേക്ക് അയക്കാൻ തോന്നുന്നുണ്ട് എനിക്ക്. നിങ്ങളെപ്പോലുള്ളൊരു രാക്ഷസിയെ ഞാൻ ഇതിനു മുമ്പ് എങ്ങും കണ്ടിട്ടില്ല. അതിനാൽ നിങ്ങളെ വധിക്കുന്നതിൽ എനിക്ക് യാതൊരു ദുഃഖവുമില്ല. പരശുരാമൻ മാതാവിനെ വധിച്ചതുപോലെ നിങ്ങളെയും വധിക്കാനാണ് എനിക്കാഗ്രഹം. എനിക്ക് പേടി രാമൻ എന്നെ മാതൃഘാതി എന്ന് വിളിച്ചാലോ എന്നാണ്. രാമൻ എന്നോട് ദേഷ്യം തോന്നിയാലോ, ആ പാപം നിമിത്തം നരകത്തിൽ വസിക്കേണ്ടി വന്നാലോ, ഇത് മാത്രമാണ് എൻ്റെ ദുഃഖം. ഭരതൻ ആളിക്കത്തുന്ന തീ പോലെ കോപം കൊണ്ട് ജ്വലിച്ചു. കൈകേയി എഴുന്നേറ്റ് മറ്റൊരിടത്തേക്ക് പോയി. ആർക്കു വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്തത്? അവൻ തന്നെ എന്നെ ഈ വിധം പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് കൈകേയി ദുഃഖിക്കുകയാണ്. അപ്പോഴേക്കും ശത്രുഘ്നൻ അവിടേക്ക് വന്നു. സഹോദരങ്ങൾ കെട്ടിപ്പിടിച്ചു. 2 പേരുടെയും ശരീരം കണ്ണുനീരിൽ നനഞ്ഞു. മന്ദരയുടെ പണിയാണ് ഇതെന്ന് 2 പേരും കൂടി അനുമാനിച്ചു. രാജാവ് ചെങ്കോലും കുടയും രാമന് കൊടുത്തതാണ്. മന്ദര അപ്പോഴാണ് ഈ ചതി ചെയ്തത്. അവളെ കണ്ടാൽ കൊന്നു കളയണം. ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ മന്ദര അവിടേക്ക് വന്നു. പട്ടുസാരി ഉടുത്ത് ആഭരണങ്ങൾ അണിഞ്ഞ് സുഗന്ധ ചന്ദന ലേപനം പൂശിയാണ് മന്ദര വന്നത്. കൂനിൻ്റെ മുകളിൽ മുത്തുമാല ശോഭിച്ചു. രാമൻ്റെ വനവാസത്തിൽ മനം കുളിർത്തിരിക്കുകയാണ് മന്ദരയ്ക്ക്. കൈകേയി ഇപ്പോൾ മഹാരാജ്ഞിയാകും. അങ്ങനാണെങ്കിൽ ഞാനും അതനുസരിച്ചുയരും. ഇതൊക്കെയാണ് മന്ദരയുടെ മനസ്സിൽ. അത്ര വലിയ വിഷയമാകുമെന്ന് മന്ദര കരുതിയതുമില്ല. സന്തോഷപൂർവ്വം ഭരതനെ കാണാൻ വന്നതാണ്. വാതുക്കൽ വന്നപ്പോൾ തന്നെ ശത്രുഘ്നൻ പറഞ്ഞു, ഈ മന്ദരയാണ് വൃദ്ധനായ രാജാവിൻ്റെ മരണത്തിന് കാരണം. ഈ മന്ദരയാണ് രാമനെ വനത്തിലേക്ക് അയച്ചത്. ഈ മന്ദരയാണ് എല്ലാ നാശത്തിനും കാരണം. ഈ മന്ദരയാണ് അയോധ്യ നഗരത്തെ കണ്ണുനീരിലാഴ്ത്തിയത്. ഇവൾ മരിച്ചാൽ എല്ലാ ദുഃഖവും തീരും. ജ്യേഷ്ഠ, ഞാൻ ഈ മന്ദരയെ ഇപ്പോൾ തന്നെ വധിക്കും. ശത്രുഘ്നൻ കോപം കൊണ്ട് വിറച്ചു. അവളുടെ തലമുടിക്കെട്ടിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവളെ നിലത്തിട്ടു. രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് മന്ദര വിലപിച്ചു. അപ്പോൾ കൈകേയി മുറിയിലേക്ക് വന്നു. മന്ദര പറയുകയാണ്, ഭരതനും ശത്രുഘ്നനും കൂടി എന്നെ കൊല്ലുന്നേ. ശത്രുഘ്നൻ മന്ദരയെ തലമുടിക്ക് പിടിച്ചു വലിച്ചുകൊണ്ട് കൈകേയിയുടെ മുമ്പിലേക്ക് വന്നു. അപ്പോഴേക്കും കൂനിൻ്റെ മുകളിൽ മുത്തുമാല തിളങ്ങി. നീ കാരണമാണ് അച്ഛൻ മരിച്ചതും ജ്യേഷ്ഠൻ വനവാസിയായതും. നീ ദാസിയായിരുന്നു കൊണ്ട് നാശം വിതച്ചു. കൈകേയിയുടെ മുഖ്യദാസിയും ഭരതൻ്റെ വളർത്തമ്മയുമാണ് മന്ദര. ആ മന്ദരയുടെ ശരീരം കണ്ണുനീരിൽ കുതിർന്നു. അവളെ തലമുടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ടുവരുന്ന ശത്രുഘ്നനെ കണ്ട് കൈകേയി ഭയന്നു. തന്നെയും ഇവൻ പ്രഹരിക്കുമെന്ന് ഭയന്നു. ഓടിയകന്നു. ശത്രുഘ്നൻ പറഞ്ഞു, നിൽക്കൂ കൈകേയി ചെറിയമ്മേ, ഓടരുത്. ഒരു വാക്ക് ഒന്ന് കേൾക്കൂ. 700 റാണിമാർക്കും ചെറിയമ്മയുടെ പ്രതാപം അറിയാം. നിങ്ങൾ പറയുന്നത് അതുപടി അച്ഛൻ ചെയ്തിരിക്കുന്നു.
രാജാവിൻ്റെ പത്നിയും മറ്റൊരു രാജാവിൻ്റെ മകളുമാണല്ലോ നിങ്ങൾ. എന്നാൽ നിങ്ങളെപ്പോലെ ദൗർഭാഗ്യവതിയായ ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ട് പോലുമില്ല. നിങ്ങളെ തല്ലിയാൽ ഞാൻ നരകത്തിലെത്തും. മാതൃവധം ചെയ്ത് ഞാൻ നരകത്തിൽ പോകുന്നില്ല. നിങ്ങളുടെ മുമ്പിൽ വെച്ച് നിങ്ങളെ ഉപദേശിച്ച ഈ ദാസിയെ ഞാൻ തല്ലും. അത് കണ്ട് ദുഃഖത്തിൽ ദഹിച്ച് നിങ്ങൾ മരിക്കണം. തലമുടിയിൽ പിടിച്ചു വലിച്ച് നിലത്തേക്കിട്ടു മന്ധരയുടെ നെഞ്ചത്ത് ഇടിക്കുകയും കഴുത്തിൽ കുത്തിപ്പിടിക്കുകയും കാൽമുട്ടിൽ ഗത കൊണ്ടടിക്കുകയും ചെയ്തു. ഇത് കണ്ട് കൈകേയി റാണി ഭയന്നു വിറച്ചു. മന്ധര അവശയായി ശരീരം മുഴുവൻ മുറിഞ്ഞു, രക്തമൊഴുകി, ബോധമറ്റ് ശ്വാസം മാത്രമുണ്ട്. ഭരതൻ ഒരു സ്ത്രീവധം മുമ്പിൽ നടന്നുവല്ലോ എന്ന് വിചാരിച്ച് പതുക്കെ മൃദുസ്വരത്തിൽ പറഞ്ഞു, നാരീഹത്യയാണിത്. രക്തവും ചർമ്മവും നഷ്ടപ്പെട്ടു, അസ്ഥി മാത്രമായി. നാരീവധം മഹാപാപമാണ്, ഇനി തല്ലരുത്. ഈ പാപം ചെയ്താൽ ധർമ്മം നമ്മളെ ഉപേക്ഷിക്കും, ഇനി തല്ലരുത്. ശത്രുഘ്നൻ മന്ധരയെ വിട്ടു. മന്ധരയെ കൈകേയിയുടെ മുമ്പിൽ കൊണ്ടുചെന്ന് ഇത്രയും അടി കിട്ടിയിട്ടും അവളുടെ പ്രാണൻ പോയിട്ടില്ല എന്ന് ഭരതൻ പറഞ്ഞു. ഭരതൻ അനുജനോട് പറയുകയാണ്, അനുജ, ദൈവത്തിന് മാത്രം എല്ലാം അറിയാം. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ദൈവത്തിന് മുൻകൂട്ടി നിശ്ചയമുണ്ടായിരുന്നിരിക്കാം. പിതാവ് രാജസിംഹാസനം ശ്രീരാമന് കൊടുത്തതിന് അമ്മ ഇത്രയൊക്കെ അത്യാചാരം ചെയ്യുമെന്ന് ആരെങ്കിലും വിചാരിക്കുമോ? സംസാര ദുഃഖം അനുഭവിക്കുമെങ്കിലും അതിൻ്റെ പൊരുളറിയാൻ പറ്റില്ല. രാജപത്നി വേലക്കാരിയുടെ ചൊൽപ്പടിക്കാകുന്നു. അമ്മയുടെ ദോഷം കൊണ്ട് ഞാനാണ് ദുഷ്ടനായി തീർന്നിരിക്കുന്നത്. കൗസല്യ മാതാവിൻ്റെ മുമ്പിൽ ഞാൻ എങ്ങനെ ചെല്ലും? കൗസല്യ അമ്മയ്ക്ക് ഒട്ടും കോപം തോന്നുകയില്ല. ആർക്ക് എത്ര ദോഷമെന്ന് അമ്മയ്ക്ക് നന്നായിട്ടറിയാം. ഭരതനും ശത്രുഘ്നും കരയുന്നത് കൗസല്യയുടെ മുറിയിൽ കേട്ടു. ഹരേ കൃഷ്ണ. ഇതാണ് ഭരതൻ്റെ ശകാരവും ശത്രുഘ്നൻ്റെ ദേഷ്യവും. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നാമം ചൊല്ലുക. ഇതിന് മുമ്പോട്ടുള്ള ഭാഗങ്ങളൊക്കെ എല്ലാവരും കേൾക്കുക. ഏകാദശി വരുന്നു, ഏകാദശിക്കായി തയ്യാറെടുക്കുക. അതുപോലെ നമ്മുടെ സെക്കൻഡ് ചാനൽ കൗസ്തുഭം വെജ് ഫുഡ്സിൽ ഞാൻ പുതിയ 2 ഏകാദശി വിഭവങ്ങൾ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അത് കണ്ട് ഭഗവാന് അതുപോലെ ഉണ്ടാക്കി നൈവേദ്യം വെച്ച് എല്ലാവരും ഭംഗിയായിട്ട് ഏകാദശിയൊക്കെ എടുക്കണം. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും നാമം ജപിക്കട്ടെ. ഹരേ കൃഷ്ണ.